ഹലോ, വെൽക്കം ബാക്ക് ടു മിയാസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ബീഫ് കറിയാണേ. ഓരോ തവണ ബീഫ് മേടിക്കുമ്പോഴും ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ഏത് രീതിയിലാണ് കറി വയ്ക്കുന്നതെന്ന്. അപ്പോൾ ഇന്നൊരു വേറെ രീതിയിൽ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാമേ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. ചട്ടി നന്നായി ചൂടായതിന് ശേഷം ആവശ്യത്തിന് എണ്ണയും കടുകും ഇട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുത്തതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് വഴറ്റുക. അത് കഴിഞ്ഞ് പച്ചമുളകും സവാള ഇട്ട് നന്നായിട്ട് വഴറ്റി അങ്ങ് എടുക്കുക. ഒരു 3 സ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് വഴണ്ട് വരാനാണേ. ഇപ്പോൾ ഏകദേശം സവാള വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് നമ്മുടെ പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. സാധാരണ ഞാൻ പൊടി സെപ്പറേറ്റ് വറുത്താണ് ഇടാറ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 3 സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 3 സ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ അളവൊന്നും ഇല്ലാതെ വെറുതെ ഇടുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തേക്കുന്നുണ്ട്. തീ നന്നായിട്ട് കുറച്ചിടുക, കരിഞ്ഞു പോകരുത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി ഈ മസാലയെല്ലാം യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ നന്നായിട്ടിപ്പം എല്ലാം പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാലയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. എനിക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചെറു തീയിൽ വേവിച്ചെടുക്കാം. ഞാൻ സാധാരണ ബീഫ് ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂറോളം വേവിച്ചെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും മീറ്റ് മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉപ്പ് കുറവായിരുന്നു, കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ കറി ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ ഇതാണ് ലാസ്റ്റ് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ചാറോട് കൂടിയ ബീഫ് കറിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ.